ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് വെച്ചെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇന്ന് പറയാൻ പോകുന്നത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. രാഷ്ട്രപതിയെക്കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസുകളാണെന്ന് പറയുന്നത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ കാര്യനിർവഹണ തലവനും ഇന്ത്യയുടെ റിപ്പബ്ലിക്കിൻ്റെ തലവനുമാണ് ആര്? രാഷ്ട്രപതി. ആർമി, നേവിയുടെ ചീഫ് കമാൻഡർ, വ്യോമഭാഗം, കരസേന, നാവികസേന എന്നിവയൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? രാഷ്ട്രപതിയുടെ പദവിയിൽ ഉൾപ്പെടുന്നതാണ്. രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് 52 മുതലാണ്. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയുടെ ഡെഫിനിഷൻ. രാഷ്ട്രപതിയെ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്? ഇന്ത്യൻ രാഷ്ട്രപതിയെ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 52. അടുത്തത് ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53 എന്താണ്? രാഷ്ട്രപതിയുടെ ഭരണനിർവഹണ അധികാരമാണ് ആർട്ടിക്കിൾ 53 പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 53? ഭരണനിർവഹണാധികാരം. ആർട്ടിക്കിൾ 52 എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനിഷനാണ് എന്ത്? ആർട്ടിക്കിൾ 52. 53 എന്താണ്? ഭരണനിർവഹണാധികാരം. ആർട്ടിക്കിൾ 53 എലക്ഷൻ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ്. അതാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ആർട്ടിക്കിൾ 54. പാർലമെൻറ്റിൻ്റെയും ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആരിനെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇരു സഭകൾ എന്ന് പറയുന്നത് ലോകസഭ, രാജ്യസഭ. പാർലമെൻറ്റിൻ്റെയും ലോകസഭയുടെയും രാജ്യസഭയുടെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എന്ത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഡൽഹിയിലെ NCT നാഷണൽ ക്യാപിറ്റൽ എലക്റ്റഡ് അംഗങ്ങൾ, പുതുച്ചേരി MP-മാർ, സംസ്ഥാന കേന്ദ്ര MP-മാരാണ് എന്ത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 54 എലക്ഷൻ. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആർട്ടിക്കിൾ 54. 52 എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ ഡിഫൈൻ ചെയ്യുന്നത്. 53 എന്താണ്? ഭരണനിർവഹണാധികാരം. രാഷ്ട്രപതിയുടെ ഭരണനിർവഹണാധികാരമാണ് 53 വരുന്നത്. ആർട്ടിക്കിൾ 54 എന്താണ്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? 54. ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 55. ആർട്ടിക്കിൾ 55 എന്താണ്? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നടപടികളെ കുറിച്ചിട്ടുള്ളതാണ് എന്ത്? ആർട്ടിക്കിൾ 55. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളാണ് എന്ത്? ആർട്ടിക്കിൾ 55. ആർട്ടിക്കിൾ 56. ആർട്ടിക്കിൾ 56 എന്താണ്? രാഷ്ട്രപതിയുടെ ടേംസ് ഓഫ് ഓഫീസ്, കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. ആർട്ടിക്കിൾ 56 രാഷ്ട്രപതിയുടെ കാലാവധി. എന്താണ്? രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിയുടെ അടുത്താണ് എന്ത്? രാജിക്കത്ത് കൊടുക്കേണ്ടത്. ആരുടെ മുന്നിലാണ് രാഷ്ട്രപതി പ്രതിജ്ഞ എടുക്കേണ്ടത്? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവമുണ്ടെങ്കിൽ സുപ്രീം കോടതി മുതിർന്ന ജസ്റ്റിസിൻ്റെ മുന്നിലാണ് രാഷ്ട്രപതി എന്ത്? പ്രതിജ്ഞ എടുക്കേണ്ടത്. രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിയുടെ അടുത്താണ് എന്ത്? രാജിക്കത്ത് കൊടുക്കേണ്ടത്. എവിടെയാണ്? ഉപരാഷ്ട്രപതിയുടെ അടുത്ത്. ഉപരാഷ്ട്രപതി പുറത്തു പോകുന്നത് എന്താ? ഏത് ആർട്ടിക്കിളാണ്? അത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻ്റ് ആണ് കേട്ടോ. പ്രസിഡന്റ് കാലാവധി പൂർത്തിയായി അടുത്ത ആൾ വരുന്നവരെ പദവിയിൽ തുടരണം. എന്താണ്? രാഷ്ട്രപതി കാലാവധി പൂർത്തിയായി അടുത്ത ആൾ അധികാരത്തിൽ വരുന്നത് വരെ രാഷ്ട്രപതി എന്ത് ചെയ്യണം? ഭരണത്തിൽ തുടരണം. ആർട്ടിക്കിൾ 57 എന്താണ്? റീ എലക്ഷൻ അഥവാ 57 എന്താണ്? റീ എലക്ഷൻ അഥവാ ഇംപീച്ച്മെൻറ്റ് പ്രകാരം രാഷ്ട്രപതി പുറത്തു പോവുകയാണെങ്കിൽ എന്താണ്? റീ എലക്ഷൻ നടത്തുക. രാഷ്ട്രപതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് എലക്ഷൻ നടത്തുന്നതിന് റീ എലക്ഷൻ. അത് ആർട്ടിക്കിൾ 57. രാഷ്ട്രപതിയുടെ രാജിക്കാര്യം ജനവിഭാഗത്തെ സ്പീക്കറെ അറിയിക്കണം. അതായത് ഇംപീച്ച്മെൻറ്റ് പ്രകാരമാണ് രാഷ്ട്രപതി പുറത്തു പോകുന്നതെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് ആരിനെ അറിയിക്കേണ്ടത്? രാഷ്ട്രപതിയുടെ രാജിക്കാര്യം ജനങ്ങളുടെ സ്പീക്കറെ അറിയിക്കേണ്ടത്. ആർട്ടിക്കിൾ 58 എന്താണ്?
രാഷ്ട്രപതിയുടെ യോഗ്യത, ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി, അതൊക്കെയാണ് എന്ത് ആർട്ടിക്കിൾ 58. അപ്പോൾ ആർട്ടിക്കിൾ 52 എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഡിഫൈനാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 53 ഭരണനിർവഹണാധികാരം. ആർട്ടിക്കിൾ 54 എലക്ഷൻ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? 54. ആർട്ടിക്കിൾ 55 തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് എന്ത്? ആർട്ടിക്കിൾ 55. ആർട്ടിക്കിൾ 56 എന്താണ്? രാഷ്ട്രപതിയുടെ കാലാവധി, 5 വർഷ കാലാവധിയാണ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 56. ആർട്ടിക്കിൾ 57 എന്താണ്? കാലാവധി കഴിഞ്ഞിട്ട് റീ എലക്ഷൻ നടത്തുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 57. ആർട്ടിക്കിൾ 57 എന്താണ്? റീ എലക്ഷൻ. 58 എലിജിബിലിറ്റി, യോഗ്യതയെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 58. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റിയും? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയാകണം, ലോകസഭാ അംഗത്തിന് അർഹതയുണ്ടായിരിക്കണം, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിലേക്കോ അതോ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാകരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ MP-യോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ MLA അങ്ങനെ ആരും ആകാൻ പാടില്ല. മറ്റ് ജോലികൾ ചെയ്യാനൊന്നും പാടില്ല, ഓഫീസ് ജോലി ഒന്നും ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാണ് യോഗ്യത? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയാകണം, ലോക്സഭാ അംഗത്തിന് അർഹതയുണ്ടായിരിക്കണം, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിലേക്കോ അതോറിറ്റികളുടെയോ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാകരുത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാകരുത്. മറ്റ് ഓഫീസ് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് എന്ത്? എലിജിബിലിറ്റി, യോഗ്യത. ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 59 എന്താണ്? രാഷ്ട്രപതിയുടെ ഓഫീസിലെ കണ്ടീഷൻസ് ആണ് ആർട്ടിക്കിൾ 59. രാഷ്ട്രപതി ഏതെങ്കിലും പാർലമെൻറ്റിലെയോ സംസ്ഥാന നിയമസഭയിലോ അംഗമല്ല. എന്താണ്? രാഷ്ട്രപതി ഏതെങ്കിലും പാർലമെൻറ്റിലോ സംസ്ഥാന നിയമസഭയിലോ അംഗമല്ല. ഒരു MP-യാണ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ MP സ്ഥാനം അതിൽ നിന്നും രാജിവെക്കണം. അതാണെന്ത്? രാഷ്ട്രപതിയുടെ ഓഫീസ് ടേംസ് കണ്ടീഷൻസ്. അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? 59. ആർട്ടിക്കിൾ 59. ആർട്ടിക്കിൾ 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയാണ് എന്ത്? ആർട്ടിക്കിൾ 60O പ്രകാരമാണ് രാഷ്ട്രപതിയുടെ എന്ത്? സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആരുടെ മുന്നിലാണ്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിലാണ് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിൽ സുപ്രീം കോടതി മുതിർന്ന ജഡ്ജിയുടെ മുന്നിലാണ് എന്ത്? രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. രാഷ്ട്രപതി രാജിവെക്കേണ്ടത് ആരുടെ മുന്നിലാണ്? ഉപരാഷ്ട്രപതിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി മുതിർന്ന ജഡ്ജി. ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞ പറഞ്ഞില്ലേ. ഇനി ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയുടെ എന്താണ്? ഇംപീച്ച്മെൻറ്റ്. 61 എന്താണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്. അതായത് ഇംപീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ കാരണം, കുറ്റാരോപണങ്ങൾ കാരണം, അല്ലെങ്കിൽ ഗുരുതരമായ ഭരണഘടനാ ലംഘനങ്ങൾ, രാജ്യദ്രോഹ കുറ്റങ്ങൾ, വലിയ കുറ്റങ്ങൾ എന്തെങ്കിലും രാഷ്ട്രപതി ചെയ്യുകയാണെങ്കിൽ അത് ഇരു സഭകളും കണ്ടെത്തി രാഷ്ട്രപതിയെ പാർലമെൻറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇംപീച്ച്മെൻറ്റ്? രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? രാജ്യദ്രോഹ കുറ്റങ്ങളോ അല്ലെങ്കിൽ നിയമലംഘനങ്ങളോ, ഭരണഘടനാ നിയമലംഘനങ്ങളോ, വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തതായി പാർലമെൻറ്റിൽ കണ്ടെത്തിയാൽ അപ്പോൾ രാഷ്ട്രപതിയെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നതാണ് എന്ത്? 61. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റ്. ആർട്ടിക്കിൾ 62 എന്താണ്? വേക്കൻസി. ആർട്ടിക്കിൾ 62 വേക്കൻസി. ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിയുടെ എന്ത്? മാപ്പ്, ദയാഹർജിയാണ് എന്ത്? ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 എന്താണ്? രാഷ്ട്രപതിയുടെ ദയാധികാരം. ഒരാൾ രാഷ്ട്രപതിക്ക് നമ്മൾ ദയാധികാരത്തിന് ഹർജി നൽകുക എന്ന് പറയില്ലേ. രാഷ്ട്രപതിയുടെ ദയാഹർജി പ്രകാരം ആ വ്യക്തിയെ അതിൽ നിന്ന് മാപ്പ് കൊടുത്ത് കുറ്റവിമുക്തനാക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് എന്ത്? ആർട്ടിക്കിൾ 72. അടുത്തത് ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ വീറ്റോ പവർ. രാഷ്ട്രപതിയുടെ എന്താണ്? വീറ്റോ പവേഴ്സാണ് എന്ത്? ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ ബില്ലിൻ്റെ മേലുള്ള അധികാരം. രാഷ്ട്രപതിക്ക് ഓരോ ബില്ലിനും ഓരോ അധികാരങ്ങളുണ്ട്. അതാണ് എന്ത്? ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ ബില്ലിൻ്റെ മേലുള്ള അധികാരം. മണി ബില്ല് നിർബന്ധമായും രാഷ്ട്രപതി ഒപ്പുവെച്ചാലേ മണി ബില്ല് പാസ്സാവുള്ളൂ. അല്ലാത്തത് തീർച്ചയായും ഒപ്പിടാതിരിച്ചു പോക്കറ്റ് വീറ്റോ
രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, പോക്കറ്റിൽ വെക്കുകയും ചെയ്യാം. അതാണ് ആർട്ടിക്കിൾ 111 വീറ്റോ പവേഴ്സ്. വീറ്റോ പവേഴ്സ് എത്ര എന്നുള്ളത് 4 തരം വീറ്റോ പവേഴ്സാണുള്ളത്. ഒന്നാമത്തെ അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. എന്താണ്? 1 അബ്സല്യൂട്ട് വീറ്റോ, 2 സസ്പെൻസീവ് വീറ്റോ, 3 പോക്കറ്റ് വീറ്റോ, 4 ക്വാളിഫൈഡ് വീറ്റോ. ഒന്നാമത്തെ വീറ്റോ എന്താണ്? അബ്സല്യൂട്ട് വീറ്റോ. ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ബില്ല് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ഡിസ്മിസ് ചെയ്യാം, അനിയന്ത്രിതമായി തടഞ്ഞു വെക്കാം. അല്ലെങ്കിൽ രാഷ്ട്രപതി എന്താ ചെയ്യണത്? യാതൊരു വ്യവസ്ഥയുമില്ലാതെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതാണ് എന്ത്? അബ്സല്യൂട്ട് വീറ്റോ. എന്താണ്? ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ബില്ല് യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? തള്ളിക്കളയുകയാണ്. അതാണ് എന്ത്? അബ്സല്യൂട്ട് വീറ്റോ. രണ്ടാമത്തെ സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി എന്താണ്? പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയാണ്. അതാണ് എന്ത്? സസ്പെൻസീവ് വീറ്റോ. അത് തിരിച്ചു വന്നാൽ നിയമമായി പാസ്സാക്കാനും കഴിയും. സസ്പെൻസീവ് വീറ്റോ. മൂന്നാമത്തെ പോക്കറ്റ് വീറ്റോ. ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി എന്ത് ചെയ്യാണ്? കയ്യിൽ വെക്കുകയാണ്, ഫ്രീസ് ചെയ്ത് കയ്യിൽ വെക്കുക. അതാണ് എന്ത്? പോക്കറ്റ് വീറ്റോ. നാലാമത്തെ ക്വാളിഫൈഡ് വീറ്റോ. അതായത് എന്താണ്? ഒരു നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ബില്ല് അത് നമ്മുടെ ഇന്ത്യയിലില്ല. ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലില്ല. ക്വാളിഫൈഡ് വീറ്റോ പറഞ്ഞത് ഇന്ത്യയിലില്ല. അടുത്തതാണ് ആർട്ടിക്കിൾ 123. എന്താണ്? ആർട്ടിക്കിൾ 123 അല്ല, ആദ്യമായി വീറ്റോ ബില്ല് തടഞ്ഞു വെച്ചത് രാഷ്ട്രപതി ആരാണ്? പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് ബില്ല് തടഞ്ഞു വെച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. 1986 ഇന്ത്യൻ പോസ്റ്റോ ബില്ലാണ് തടഞ്ഞു വെച്ചത്. ആർട്ടിക്കിൾ 123 പാർലമെൻറ്റിൻ്റെ അസാന്നിധ്യം. അതായത് പ്രസിഡന്റ് ഒപ്പിട്ട് പാർലമെൻറ്റ് അംഗീകരിച്ചില്ല. അപ്പോൾ അതെന്താണ്? താൽക്കാലിക നിയമമാകും. പാർലമെൻറ്റ് സഭയിലോ അല്ലെങ്കിൽ 2 സഭകളും അംഗീകരിക്കാത്ത പക്ഷം എന്താണത്? പാർലമെൻറ്റിൻ്റെ അസാന്നിധ്യമായി പ്രഖ്യാപിക്കും. ആർട്ടിക്കിൾ 123 അത്. 6 മാസം 1 ആഴ്ചയുമാണ് ഇതിൻ്റെ കാലാവധി. എത്രയാണ്? 6 മാസം 1 ആഴ്ചയും ഇങ്ങനെ വെക്കാൻ കഴിയും. പ്രസിഡന്റ് ഒപ്പിട്ട പാർലമെൻറ്റ് അംഗീകരിച്ചില്ലെങ്കിൽ അപ്പോൾ അത് താൽക്കാലിക നിയമമാകും. അത് കയ്യിൽ വെക്കാൻ 6 മാസം 1 ആഴ്ച കാലാവധിയുണ്ട്. ആർട്ടിക്കിൾ 143 പ്രസിഡന്റിൻ്റെയും സുപ്രീം കോടതിയുടെയും തമ്മിലുള്ള അഭിപ്രായം തേടാനുള്ള അധികാരമാണ് എന്ത്? ആർട്ടിക്കിൾ 143. എന്താണ്? പ്രസിഡന്റും സുപ്രീം കോടതിയും തമ്മിലുള്ള അഭിപ്രായം തേടാനുള്ള അധികാരമാണ് എന്ത്? ആർട്ടിക്കിൾ 143. അപ്പോൾ രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഒന്നും കൂടി പറയാം. രാഷ്ട്രപതി ആർട്ടിക്കിൾ 52 എന്താണ്? രാഷ്ട്രപതിയുടെ ഡിഫൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 53 എന്താണ്? ഭരണനിർവഹണാധികാരം. ആർട്ടിക്കിൾ 54 തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 55 തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 55, 56 ടേംസ് ഓഫ് ഓഫീസ് കാലാവധിയുമായി ബന്ധപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 56. ആർട്ടിക്കിൾ 57 റീ എലക്ഷൻ. ആർട്ടിക്കിൾ 58 എന്താണ്? യോഗ്യത, എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. എന്തൊക്കെ യോഗ്യതയാണ്? പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയാകണം, ലോക്സഭാംഗത്തിന് അർഹതയുണ്ടാകണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ അതോറിറ്റിയിൽ അംഗമാകാൻ പാടില്ല, മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, ഓഫീസ് ജോലികളൊന്നും. 59 എന്താണ്? രാഷ്ട്രപതിയുടെ ഓഫീസിലെ കണ്ടീഷൻസാണ്. 60 സത്യപ്രതിജ്ഞ. 60 പ്രകാരമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 61 എന്താണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്. 72 എന്താണ്? രാഷ്ട്രപതിയുടെ ദയാധികാരം. 111 രാഷ്ട്രപതിയുടെ വീറ്റോ പവേഴ്സ്. 123 എന്താണ്? ആർട്ടിക്കിൾ 123 പാർലമെൻറ്റിൻ്റെ അസാന്നിധ്യം, ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അതാണ് എന്ത്? ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 143 പ്രസിഡന്റിൻ്റെയും സുപ്രീം കോടതിയുടെയും തമ്മിലുള്ള അഭിപ്രായം തേടാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 143. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ എല്ലാവരും കാണണം. എല്ലാവർക്കും LGS ബോർഡ്, VFA എന്നീ എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു പ്രസിഡൻറ്റിൻ്റെ
ആർട്ടിക്കിൾസ്, പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.